ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് സിദ്ധുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. പ്രേമയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഞങ്ങളോടൊന്നും വിട്ടു പറയുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ അച്ഛൻ പറയണേ, നീ ഒരു ഡോക്ടറല്ലേ, നീ ചോദിച്ചു നോക്ക്, എന്ത് തന്നെ പറഞ്ഞാലും അത് സഹിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്ന് രംഗനും പറയുകയാണ്. അങ്ങനെ സിദ്ധു പറയുകയാണ്, ഡോക്ടർ ഒന്ന് ചോദിച്ചു നോക്ക്, ഡോക്ടറോടാകുമ്പോൾ അവരെല്ലാം തുറന്നു പറയുമല്ലോ. ഞങ്ങൾ പ്രേമേച്ചിയെ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ചികിത്സിക്കാൻ തയ്യാറാണ്. എത്ര കാശ് ചെലവാക്കാനും ഞങ്ങൾക്കൊരു മടിയുമില്ല. മേച്ചിയുടെ അസുഖം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജൻ ഡോക്ടർ മറ്റേ ഡോക്ടറോട് സംസാരിക്കാൻ പോവണം. പ്രേമയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, പ്രേമയുടെ ബ്ലഡ് റിസൾട്ട് വന്നു. അത് നോക്കിയപ്പോൾ, അത് പരിശോധിച്ചപ്പോൾ അതിൽ ഒരുപാട് തവണ സൈക്കാട്രിസ്റ്റ് മരുന്ന് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ അങ്ങനെയുള്ള ഒരു രോഗിയാണോ? അത് കേട്ടപ്പോൾ നിരഞ്ജൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അവർക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല, എനിക്ക് അറിയാവുന്ന ഫാമിലിയാണ്. ഡോക്ടർ പറയാണ്, ഒന്നല്ലെങ്കിൽ അവരൊരു മാനസിക രോഗിയാണ്, അതിനുള്ള മരുന്ന് അവർ എടുക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടുപോയവർ ബലമായി അവരെ ഇഞ്ചക്ട് ചെയ്തതാവും എന്ന് പറയുമ്പോൾ നിരഞ്ജൻ ഡോക്ടർ പറയുന്നത്, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ രണ്ടാമത്തെ സാധ്യതയാണ് കൂടുതലുള്ളത്. കാരണം എനിക്കറിയാവുന്ന ഫാമിലിയാണ്, അങ്ങനെ ഒരു മരുന്നൊന്നും അവരെടുക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയണ, പേടിക്കാനൊന്നുമില്ല, കുറച്ച് താമസമെടുക്കും, പഴയ ആളായി മാറാൻ കുറച്ച് താമസമെടുക്കും. പഴയതൊന്നും ഇപ്പോൾ ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ്, പിന്നെ ശാരീരികമായി വല്ലാത്ത ക്ഷീണവുമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സമയം ദേവിക ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് സിദ്ധുവും അച്ഛനും ദേവികയോട് സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, പ്രേമേച്ചിക്ക് ഞാൻ കഞ്ഞി കൊടുത്തു, പക്ഷേ പ്രേമേച്ചി കഴിക്കുന്നില്ല, അതൊക്കെ തട്ടിക്കളയുകയാണ്. അപ്പോൾ അച്ഛൻ പറയണ, അത് പേടിച്ചിട്ടായിരിക്കും. ദേവിക പറയണ, അത് ശരിയാണ്, പ്രേമേച്ചി ഇതുവരെയും മിസ്സിംഗ് ആയിരുന്നില്ലേ, അപ്പോൾ തടവിൽ പാർപ്പിച്ചവരെ കുറിച്ച് പ്രേമേച്ചിക്ക് ഓർമ്മ വരുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയണ, മോളൊന്ന് ചെന്ന് നോക്ക്, കൊടുത്താൽ ഒരു പക്ഷേ പ്രേമ കഴിച്ചെങ്കിലും മോളൊന്ന് ചെന്ന് നോക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ദേവിക ഐസിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് പ്രേമയുടെ അടുത്തേക്ക് ചെല്ലട്ടോ. അപ്പോൾ പ്രേമ നല്ല തളർന്നുറങ്ങുകയാണ്, നല്ല ക്ഷീണത്തിലാണ് പ്രേമ. അങ്ങനെ ദേവിക പ്രേമയുടെ സംസാരിക്കണം. പ്രേമേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ പ്രേമയ്ക്ക് കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് ദേവിക പറയണ, പ്രേമേച്ചിക്ക് കഞ്ഞി തന്നപ്പോൾ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും തന്നാൽ പ്രേമേച്ചി കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ദേവികയാണ്, ഞാൻ തരാം പ്രേമേച്ചിക്ക് കഞ്ഞി, ഞാൻ തന്നാൽ പ്രേമേച്ചി കഞ്ഞി കുടിക്കണം, ഞാൻ പ്രേമേച്ചിയുടെ ദേവികയല്ലേ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയണേ, പ്രേമേച്ചി കഞ്ഞി മാത്രം കുടിച്ചാൽ പോരാ, കൃത്യമായിട്ട് മരുന്ന് കുടിക്കണം, കഞ്ഞി കുടിക്കണം, എന്നാലല്ലേ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റൂ എന്നും പറഞ്ഞ് ദേവിക പ്രേമക്ക് കഞ്ഞി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയം ശരത്തും ചന്ദ്രയും കൂടി സംസാരിച്ചു വരികയാണ്. ആ പ്രേമയ്ക്കെങ്ങാനും ബോധം വന്നാൽ പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് തെറിക്കും, എൻ്റെ പ്ലാനുകളെല്ലാം എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയണേ, എനിക്കെന്തായാലും ഒരു കുഴപ്പവും വരില്ല, കാരണം ഞാനാണ് പ്രേമയെ ഒളിവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്ന് ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യം സേഫാണ്. അപ്പോൾ ചന്ദ്ര പറയാം, അതിന് എനിക്കറിയാലോ, നിനക്കറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കാരണം അത് തെളിയിക്കാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എന്തായാലും സേഫാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, അല്ലെങ്കിലും നീ സ്വയരക്ഷ മാത്രമല്ലേ ചിന്തിക്കൂ, അത് നീ നിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് ഒരുപാട് സ്വർണം കിട്ടിയില്ലേ, ആ സ്വർണം കിട്ടിയത് നീ വെറുതെ തന്നതൊന്നുമല്ലല്ലോ, ഞാൻ നിന്നെ സഹായിച്ചത് കൊണ്ടല്ലേ. അല്ല, ആ സ്വർണത്തിന് ഇനി ചോദ്യം വരില്ല, ഇനിയിപ്പോൾ അതാവും അടുത്തത്. അതിന് എനിക്ക് തന്ന സ്വർണം ഞാൻ അപ്പോഴേ വിറ്റ് കാശാക്കി, കാരണം നീ എന്നെ ചതിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ല, നീ എന്തിനാണ് പ്രേമയുടെ തലക്കടിച്ചത്, എന്താണ് പ്രശ്നം, നീ എന്താണ് മറച്ചു വെക്കുന്നത്, അത് തൽക്കാലം ഇപ്പോൾ നീ അറിയണ്ട. അപ്പോൾ രഹസ്യമാണ്, അതെ രഹസ്യം തന്നെയാണ്. അപ്പോൾ രഹസ്യമല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പോൾ പേടിക്കുന്നുണ്ടെങ്കിൽ, പ്രേമയെ പേടിക്കുന്നുണ്ടെങ്കിൽ, പ്രേമ എന്തെങ്കിലും വാ തുറന്ന് പറയുമെന്ന് കരുതിയിട്ടല്ലേ, പ്രേമ വാ തുറക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. നീ ഹോസ്പിറ്റലിലേക്ക് പോകണം, എന്നിട്ട് പ്രേമയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് നോക്കണം. അങ്ങനെ പ്രേമയെ കാണാൻ വേണ്ടി ചെന്നാൽ അപ്പോൾ പ്രേമ എന്നെ തിരിച്ചറിയില്ലേ, തിരിച്ചറിയുമോ ഇല്ലേ എന്ന് നോക്ക്, തിരിച്ചറിയാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത്. പ്രേമയ്ക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നീ സേഫായി, പിന്നെ പ്രേമയെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി. നീ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാൻ നോക്ക്, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ഉപദേശിച്ച ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചന്ദ്ര. പിന്നീട് ദേവികയും സിദ്ധുവും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. എൻ്റെ ക്ലിനിക്കിൽ ഇന്നലെ പോലീസുകാർ വന്നിരുന്നു, അപ്പോൾ എൻ്റെ വീട്ടിൽ 2 കള്ളന്മാരും വന്നിരുന്നു എന്ന് നിരഞ്ജൻ പറയുമ്പോൾ സിദ്ധു പറയാണ്, അതിന്
പ്രേമേച്ചിയെ കിട്ടിയത് തന്നെ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്നാണ്. എൻ്റെ ക്ലിനിക്കിൽ നിന്നോ? അതെ, ദേവികയാണ് പ്രേമേച്ചിയെ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് കണ്ടെത്തിയത്. അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതിനെല്ലാം കാരണം ആ കാറാണ്. ആ കാറ് വന്നതോടുകൂടി ശരത്തിന് നല്ല ടെൻഷനുണ്ട്. ശരത്ത് തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആ സംശയത്തിന് കാരണം തന്നെ ഈ കാറാണ്. ആ കാറാണ് ഞങ്ങളെ ആ വഴി എത്തിച്ചത് തന്നെ. കാറിന് ഒരു കേടുമില്ലാത്ത കാറ് അവിടെ വെച്ചാണ് ഓഫായത്. എന്നിട്ട് ഞാൻ നിരഞ്ജൻ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് പ്രേമേച്ചിയെ അവിടെ കണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദേവിക നിരഞ്ജനോട് പറയുകയാണ്. അപ്പോൾ ശരത്ത് തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പോലീസ് അവനെ കണ്ടെത്തും എന്ന് മനസ്സിലാക്കിയപ്പോഴാവും അവൻ പ്രേമേച്ചിയെ നിരഞ്ജൻ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ കൊടുന്ന് കെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാവുമ്പോൾ പാർവതി അമ്മയുടെ കാണാതായതിൻ്റെ പിന്നിലും അവൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ ഈ കള്ളക്കളിയെല്ലാം അവസാനിപ്പിക്കണം. നമ്മൾ 3 പേരും ഒരു കെട്ടായി നിൽക്കണം എന്നൊക്കെ നിരഞ്ജനും ദേവികയും സിദ്ധുവും പറയട്ടോ. നിരഞ്ജൻ പറയാൻ, തൽക്കാലം നമ്മൾ ഇതൊക്കെ അറിഞ്ഞു എന്നുള്ളതും നമ്മളെല്ലാം മനസ്സിലാക്കി എന്നുള്ളതും ശരത്ത് ഒരിക്കലും അറിയരുത്. നമുക്കിപ്പോഴുള്ള ഈ സംശയം ഒരിക്കലും പോലീസിനെ അറിയിക്കുകയും ചെയ്യരുത്. തൽക്കാലം പോലീസിനോട് ഒന്നും പറയണ്ട. അവൻ അറിയാതെ അവൻ്റെ നീക്കങ്ങളെല്ലാം നമ്മൾ നിരീക്ഷിക്കണം. അങ്ങനെ ദേവിക പറയണേ, എങ്കിൽ നമുക്ക് 3 പേർക്കും ഒരു കെട്ടാവണം. നമ്മൾ പരസ്പരം കണ്ണാവണം. നമുക്ക് അവനെ പൂട്ടുന്നവരെ നമ്മളിൽ ആർക്കും ഒന്നും സംഭവിക്കരുത്. നമ്മൾ പരസ്പരം കരുത്താകണം എന്നൊക്കെ പറഞ്ഞ് ദേവിക നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കണം. പിന്നീട് ജയശങ്കർ സ്വാമിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തായി കാറിൻ്റെ കാര്യം? കാറ് റെഡിയാക്കിയോ? എന്താ കാറുമായിട്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ സാർ, കാറ് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇന്നലെ ഒരു ചെറിയ അപകടമുണ്ടായി. ഞാൻ ഇന്നലെ ഒന്ന് വീണു. എന്നിട്ടിപ്പോൾ എൻ്റെ പുറത്താണെങ്കിലോ ഒരു കല്ല് കയറിയിട്ട് എനിക്കിപ്പോൾ ദേഹം ആ സകലം വേദനയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ എനിക്ക് കാറ് റെഡിയാക്കി കൊണ്ടുവരാൻ കഴിയില്ല. എന്താ സ്വാമി ഈ കാണിച്ചത്? എനിക്ക് എൻ്റെ കാറ് സ്വാമിക്ക് തരേണ്ടിയിരുന്നില്ല. എന്താ സാറ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ സ്വാമിയെ സാറിന് വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു സമാധാനം കിട്ടൂ. ഇനിയിപ്പോൾ ആ കാറ് ഇവിടെ വന്നാൽ മാത്രമാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ജയശങ്കർ അക്ഷരയെ വിളിച്ച് സംസാരിക്കുകയാണ്. അല്ല മോളെ, നിനക്കെന്താ ഒരു ടെൻഷൻ ഉണ്ടല്ലോ? എനിക്കൊരു ടെൻഷൻ അല്ല. നിൻ്റെ മുഖം കണ്ട എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനിൽ നിന്നും ഒന്നും മറച്ചു വെക്കേണ്ട. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വിളിച്ചിരുന്നു. അമ്മ പറഞ്ഞു അവിടെ കള്ളന്മാർ വന്നിരുന്നു എന്ന്. പക്ഷേ അദ്ദേഹം എന്നോട് ഇക്കാര്യമൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതായിട്ട് ഈ ഇടയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുതന്നെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. നിനക്ക് എപ്പോഴും നിരഞ്ജനിൽ ഒരു ശ്രദ്ധ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും നീ കൊള്ളാറില്ലല്ലോ. അപ്പോഴൊക്കെ നീ അതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. അപ്പോൾ അക്ഷര പറയണ, അത് പിന്നെ എനിക്ക് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡാഡി. അപ്പോൾ അല്ല, പിന്നെ എന്തെങ്കിലും അവൻ നിന്നിൽ നിന്നും അകലുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്നോട് ഒരു കാര്യവും കൂടുതൽ സംസാരിക്കാറില്ല, പറയാറില്ല. എന്നിൽ നിന്നും അകലുന്നത് പോലെ എനിക്കിങ്ങനെ തോന്നിയിരുന്നു എന്ന് പറയുമ്പോൾ, ആ ഒരു തോന്നൽ എനിക്ക് ആദ്യമേ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ തന്നിരുന്നത്. പക്ഷേ നീ അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇനി മുതൽ നിരഞ്ജൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ നിനക്കുണ്ടാവണം എന്ന് കരുതിയിട്ട് നീ നിരഞ്ജനുമായിട്ട് ഒരിക്കലും വഴക്കിടാൻ വേണ്ടി പോവരുത്. വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നിൽ നിന്നും കൂടുതൽ അകലുകയാണ് ആവുക. അതുകൊണ്ട് നിരഞ്ജൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നീ ചോദിച്ചു മനസ്സിലാക്കണം എന്നൊക്കെ ജയശങ്കർ അക്ഷരയോട് പറയാണ്. പിന്നീട് സിദ്ധുവും ദേവികയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേവികയോട് പ്രേമിച്ച് ഇങ്ങനെ നോക്കുന്നതിനും പരിചരിക്കുന്നതിനൊക്കെ കുറിച്ചുള്ള നന്ദി വാക്കുകൾ പറയുമ്പോൾ, എന്തിനാണ് സിദ്ധു എന്നോട് നന്ദി വാക്കുകളൊക്കെ പറയുന്നത്? അല്ല ദേവിക, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെ പ്രേമേച്ചിയെ നീ കണ്ടെത്തി തന്നതിന്. അതിന് ഞാൻ ഇതിൽ ആരുമല്ല. ഇത് വെറും നിമിത്തം മാത്രമാണ് സിദ്ധു. നീ എന്നോടൊപ്പം ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം എന്നൊക്കെ പറഞ്ഞ് സിദ്ധു സംസാരിക്കുമ്പോഴാണ് ചന്ദ്ര അവിടേക്ക് വരുന്നത്. അല്ല, എനിക്ക് അവിടേക്ക് വരാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് ശല്യമായോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണാവോ നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത്? ഇതുവരെ വരാത്ത നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇതുവരെ എങ്ങനെ വരാനാണ്? ഞാൻ ആ വീട്ടിലെ ആരുമല്ലല്ലോ. ഞാൻ വെറുതെ ശല്യമാകുന്നത് എന്തിനാണ്? പിന്നെ മണവാട്ടിയും മണവാളനും ഉണ്ടല്ലോ പ്രേമേച്ചിയെ ഇടവും വലവും നിന്ന് പരിചരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പോൾ ദേവിക ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണാവോ ഇപ്പോൾ വന്നത്? നീ ചോദിക്കേണ്ട, ഇങ്ങേര് ചോദിക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത് തന്നെയാണ് ദേവിക നിന്നോട് ചോദിച്ചത്. എനിക്കിപ്പോൾ എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും എന്നെയല്ലേ സംശയിച്ചത്? എന്നെയല്ലേ കുറ്റപ്പെടുത്തിയത്? തെറ്റായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ സിദ്ധു പറയണ, പ്രേമേച്ചിയുടെ അവസ്ഥ അതിപ്പോൾ ഒന്നും ഓർമ്മയില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് പ്രേമേച്ചി ഇപ്പോൾ കടന്നു പോകുന്നത്.
പ്രേമേച്ചിക്ക് തീരെ വയ്യ എന്ന്, ഭയങ്കര ക്ഷീണമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരും, മണവാളിനും മണവാട്ടിക്കും ഒക്കെ വരും ഇങ്ങനെ ഒരു അവസ്ഥ. കാരണം പ്രേമേച്ചി എന്നെ ഒഴിവാക്കാൻ വേണ്ടി നോക്കിയതല്ലേ, എൻ്റെ ശാപം കൊണ്ടാണ് പ്രേമേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പ്രേമേച്ചി എന്നെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു, അതിനുള്ള ശിക്ഷയാണ് ദൈവം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം ഇതുപോലെ ഒരു ശിക്ഷ തരും എന്ന് പറഞ്ഞ് ചന്ദ്ര ഐസിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധു ദേവികയോട് ചോദിക്കാൻ, നിനക്ക് പേടിയാവുന്നുണ്ടോ ഇവള് പറയുന്നത് കേട്ട്? അപ്പോൾ ദേവിക പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, എന്ത് പേടി, അവൾ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് പുഞ്ചിരിയാണ് വരുന്നത്. ഇവൾക്ക് നമ്മളെ ശപിക്കാൻ എന്ത് അവകാശമാണുള്ളത്, അതിനുള്ള എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത്? അവളുടെ ഈ ഓരോ ശാപവാക്കുകൾ എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. സിദ്ധു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവളുടെ ശാപമൊന്നും നമുക്ക് കേൾക്കാൻ പോകുന്നില്ല. പിന്നീട് രംഗം പ്രേമയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേമയെ എങ്ങനെയെങ്കിലും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പ്രേമയെ പഴയ പ്രേമയാക്കണം എന്നുള്ള ഉദ്ദേശത്തിലിട്ടോ. അങ്ങനെ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് പ്രേമയെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി സംസാരിക്കുകയാണ്. അത് കേട്ടും കൊണ്ടാണ് ചന്ദ്ര അവിടേക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്ര പരിഹാസത്തോടു കൂടിയാണ് പ്രേമയോടും രംഗനോടും ഇനി സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രയെ കണ്ടിട്ട് പ്രേമക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചന്ദ്ര അവിടേക്ക് വരുന്നത്.